ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് 4.5 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 89 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ റോഡ് വരുന്നത് 4 മീറ്റർ ആയിട്ടുള്ള ഇൻ്റേണൽ റോഡാണ് വരുന്നത്. അത് ഡെഡ് എൻഡിലുള്ള ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാറോട് കൂടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഈ വീടിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഗേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ ഗേറ്റ് നല്ല ഡിസൈനിലുള്ള വുഡ് പാനലൊക്കെ ചെയ്ത മാതിരിയുള്ള ഡിസൈനിലുള്ള ട്യൂബിലാണ് ഇവിടെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേഡായിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെയും, അത് SUV പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലാണ് കവേഡായിട്ടുള്ള കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മറ്റൊരു വാഹനം കൂടി ഇവിടെയും നിൽക്കാവുന്ന രീതിയിലാണ് നമുക്കിവിടെ കാർ പോർച്ചിൻ്റെ ഒരു പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നമുക്കിവിടെ കാർ പോർച്ചിൻ്റെ പ്രൊവിഷനിലും മുറ്റം പിരിച്ചിരിക്കുന്നത്. കൂടാതെ നല്ലൊരു വാട്ടർ ഫൗണ്ടനും നമുക്കിവിടെ ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് നമുക്ക് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. അതിന് സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റ് ആണ്. കൂടാതെ നമുക്കൊരു ഇതോടുകൂടി നമുക്കിവിടെ വരുന്നുണ്ട്, സൈഡിലേക്ക് മാറ്റി കട്ട് ചെയ്തിട്ട് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റ് ആണ്. അത് ഇവിടെ നല്ല ഡിസൈനൊക്കെ ഉള്ള ഗ്രാനൈറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ചെറിയ ഗാർഡൻ വർക്കുകളും നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ സൈഡിലേക്ക് മാറ്റി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് ഒറ്റപ്പാളിയിൽ തീർത്ത നല്ല ഡിസൈനിലുള്ള തേക്ക് മരത്തിൽ നിർമ്മിച്ച നല്ല ഡിസൈനിലുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമ്മൾ ടഫ്ലൈൻ ഗ്ലാസുകളും നമ്മൾ ഇതായിട്ട് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസും TV യൂണിറ്റിൻ്റെ അടിയിൽ നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ നല്ല ഫാൾസീലും വർക്കുകളും നമുക്ക് ഈ ലിവിങ് സ്പേസിന് നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 8-10 പേർക്ക് ഈസിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വലുപ്പമുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. TV യൂണിറ്റ് എന്ന് പറയുമ്പോൾ അപ്പുറയും ഈ സൈഡിലും നമുക്ക് അതുപോലെ തന്നെ TV യൂണിറ്റിൻ്റെ യൂസേജിനായിട്ട് നമുക്ക് ഈ സൈഡ് 2 സൈഡിലും കിട്ടാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല, അതും നമുക്ക് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണല്ല, ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ ഇടയിൽ നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല 3 സ്റ്റെപ്പുകളായിട്ടാണ് കബോർഡ് വർക്കുകൾ, നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ റാക്കൊക്കെ കണ്ടറിയാം, നല്ല നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാവുന്ന രീതിയിൽ നല്ല റാക്കുകളും നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഒരു ചിമ്മിണി അടുപ്പും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ലൊരു ഗ്യാസ് സ്റ്റൗവും നമുക്കിവിടെ ഈ കിച്ചണിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ കവേഡ് അല്ല, പക്ഷേ വർക്ക് ഏരിയക്കുള്ള സ്പേസോട് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. കൂടാതെ നമുക്കിവിടെ ബെഡ് ഇടാനുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് നല്ല സ്റ്റീൽ കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഫാൾസീലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ മറ്റേ കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വരാൻ ഫിറ്റ് ചെയ്ത് ക്ലിയർ ആവുന്നതേ ഉള്ളൂ. കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടറും ഇവിടെ ചെയ്ത് നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൽ നമുക്കിവിടെ കട്ടിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ലൊരു കബോർഡ് വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. കൂടാതെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ പണിയും ഇവിടെ തീരാനുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വുഡാണ് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ വർക്കുകളും നല്ല വുഡും ടഫൺ ഗ്ലാസ്സുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ വെളിച്ചം കിട്ടുന്നതിനായിട്ട് നല്ല രീതിയിലുള്ളൊരു മിറർ യൂണിറ്റും നമുക്കിവിടെ നൽകിയിരിക്കുന്നു.
സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഓഫീസായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ്, ഓഫീസോ എന്തോ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളും ഇവിടെയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ തന്നെ വേറെ സൈഡിലേക്ക് മറ്റൊരു പോർഷൻ കൂടിയുണ്ട്. അത് അവിടെ നല്ല മനോഹരമായ ടി വി യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നമുക്ക് മുകളിൽ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം ഇവിടെ മുകളിലും 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡിന് കട്ടിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു മിറർ യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല പാർട്ടീഷനായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുളിക്കുന്ന പോർഷൻ വേറെ സെപ്പറേഷനായിട്ടും ബാത്റൂമിൻ്റെ പോർഷൻ വേറെ സെപ്പറേറ്റ്, 2 സെപ്പറേഷനും. കൂടാതെ നമുക്ക് സൈഡിലേക്ക് വാഷ് ബേസിനൊക്കെ വയ്ക്കാനുള്ള ഒരു പോർഷൻ കൂടി നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കൊരു മിറർ യൂണിറ്റും ഇവിടെ ലഭ്യമാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമാണ്. ഇത് മീഡിയം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ, നല്ല വലിപ്പത്തിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു മിറർ യൂണിറ്റും ഇവിടെ വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ഒന്നും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. സെറിയുടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഇവിടെ വരുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിനും നമുക്കിവിടെ ലഭ്യമാക്കാനുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസാണ്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കവേർഡ് ചെയ്തിട്ടില്ല, കവേർഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷനും ഈ സൈഡിൽ അവൈലബിൾ ആണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഒക്കെയാണ് ബാൽക്കണിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ബാൽക്കണിയും നൽകിയിരിക്കുന്നു. മുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് 4.5 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 89 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.